എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. ഈ അഗ്നി പരീക്ഷയ്ക്ക് ശേഷം ദൈവം കൃപയുടെ പരമ്പര തന്നെ ഈ ആത്മാവിലേക്ക് ചൊരിയുന്നു. ആത്മാവ് ദൈവവുമായി ഗാഢബന്ധത്തിലാകുന്നു. ഭൗതികവും മാനസികവുമായ വളരെ ദർശനങ്ങൾ അതിന് ലഭിക്കുന്നു. അതിസ്വാഭാവികമായ ധാരാളം വചനങ്ങൾ അത് കേൾക്കുന്നു. ചില സമയങ്ങളിൽ വ്യക്തമായ അനുശാസനകളും. ഈ കൃപകളൊക്കെയുണ്ടെങ്കിലും ആത്മാവിന് സ്വയം പര്യാപ്തത വരുന്നില്ല. യഥാർത്ഥത്തിൽ ദൈവകൃപയാൽ അത് കൂടുതൽ ദുർബലമാകുകയാണ് ചെയ്യുന്നത്. കാരണം പല അപകടങ്ങളിലും ഉൾപ്പെടാൻ വഴി തെളിയുകയും മായാദർശനങ്ങൾക്ക് എളുപ്പത്തിൽ ഇരയാകുകയും ചെയ്യാനിടയുണ്ട്. ഒരാത്മീയ ഉപദേഷ്ടാവിനായി അത് ദൈവത്തോട് പ്രാർത്ഥിക്കുക മാത്രമല്ല, യുദ്ധത്തിൽ തൻ്റെ അനുയായികളെ നയിക്കേണ്ട വഴികൾ സൈന്യാധിപൻ അറിഞ്ഞിരിക്കേണ്ടതുപോലെ നല്ല അനുഭവജ്ഞാനമുള്ള ഒരാളെ കണ്ടെത്താൻ എല്ലാ പരിശ്രമങ്ങളും ചെയ്യണം. ദൈവൈക്യത്തിലായിരിക്കുന്ന ആത്മാവ് വലിയ ദുരിതമുള്ള യുദ്ധങ്ങൾ ചെയ്യാൻ പരിശീലിക്കപ്പെട്ടിരിക്കണം. ഈ വിശദീകരണങ്ങൾക്കും കണ്ണീരിനും ശേഷം ദൈവം ഒരു പ്രത്യേക വിധത്തിൽ ഈ ആത്മാവിൽ വസിക്കുന്നു. എന്നാൽ ആത്മാവ് ഈ കൃപകളോട് എപ്പോഴും സഹകരിക്കുന്നില്ല. ആത്മാവിന് സഹകരിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ബാഹ്യവും ആന്തരികവുമായ വളരെ പ്രയാസങ്ങൾ അത് അഭിമുഖീകരിക്കേണ്ടി വരുന്നു. ഈ ഉന്നത ശ്രേണിയിൽ ഉറച്ചു നിൽക്കാൻ ഒരത്ഭുതം തന്നെ സംഭവിക്കേണ്ടി വരും. ഈ അവസരത്തിൽ ഒരു ഉപദേഷ്ടാവിൻ്റെ സഹായം അത്യന്താപേക്ഷിതമാണ്. എൻ്റെ ആത്മാവിൽ പലപ്പോഴും സംശയം നിറഞ്ഞിട്ടുണ്ട്. പല കാര്യങ്ങളെപ്പറ്റിയും, പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് അജ്ഞാനിയാണ് ഞാൻ എന്ന ചിന്ത എന്നെ പലപ്പോഴും ഭയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ എൻ്റെ സംശയം വർദ്ധിച്ചപ്പോൾ ഞാൻ എൻ്റെ അധികാരികളിൽ നിന്നും കുമ്പസാരക്കാരിൽ നിന്നും ഉപദേശം സ്വീകരിച്ചു. എന്നിട്ടും ആഗ്രഹിച്ചത് എനിക്ക് ലഭിച്ചില്ല. അധികാരികളോട് തുറന്ന് സംസാരിച്ചപ്പോൾ അവരിൽ ഒരാൾ എൻ്റെ ആത്മാവിനെയും ദൈവം എനിക്കൊരുക്കിയിരിക്കുന്ന വഴികളെയും മനസ്സിലാക്കി അവരുടെ ഉപദേശം അനുവർത്തിച്ചപ്പോൾ പൂർണ്ണതയിലേക്ക് ഞാൻ വേഗം മുന്നേറി. എന്നാൽ ഇത് അധികം നാൾ നീണ്ടു നിന്നില്ല. കൂടുതൽ ആഴത്തിൽ തുറന്നു സംസാരിച്ചപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച പ്രതികരണം ലഭിച്ചില്ല. ഈ കൃപകൾ അസംഖ്യങ്ങളാണെന്ന് അധികാരികൾക്ക് തോന്നിയതിനാൽ അവരിൽ നിന്ന് കൂടുതൽ സഹായം ലഭിച്ചില്ല. ദൈവം ഇപ്രകാരം തൻ്റെ സൃഷ്ടികളുമായി ബന്ധപ്പെടാൻ സാധ്യതയില്ലെന്ന് അവർ എന്നോട് പറഞ്ഞു. സഹോദരി, ഇത് ഒരു തരം മായാദർശനമാണെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരു വൈദികന്റെ ഉപദേശം ആരായുകയാണ് ഉചിതമെന്ന് തോന്നുന്നു. എന്നാൽ കുമ്പസാരക്കാരന് എന്നെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, സഹോദരി, പോയി ഈ കാര്യങ്ങളെക്കുറിച്ച് അധികാരികളോട് സംസാരിക്കുക. അങ്ങനെ ഞാൻ അധികാരികളുടെ അടുത്ത് നിന്ന് കുമ്പസാരക്കാരൻ്റെ സമീപത്തേക്കും അവിടെ നിന്ന് തിരിച്ച് അധികാരികളുടെ അടുത്തേക്കും അയക്കപ്പെട്ടു. ഒരാശ്വാസവും എനിക്ക് ലഭിച്ചില്ല. ഈ ദൈവിക കൃപകൾ എനിക്ക് വലിയ സഹനമായി മാറി. ഒന്നിലധികം തവണ ഞാൻ കർത്താവിനോട് നേരിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈശോയെ, എനിക്ക് അങ്ങേ ഭയമാണ്. അങ്ങൊരു ഭൂതമാണോ? ഈശോ എപ്പോഴും എന്നെ ധൈര്യപ്പെടുത്തിയിരുന്നു. എങ്കിലും എനിക്ക് വിശ്വാസം തോന്നിയില്ല. ഞാൻ എത്രമാത്രം വിശ്വസിക്കാതിരുന്നുവോ അത്രയ്ക്കധികമായി ഇതെല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നുവെന്നതിന് തെളിവുകൾ ഈശോ തന്നുകൊണ്ടിരുന്നു എന്നത് വളരെ വിസ്മയകരമാണ്. അധികാരികളിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നില്ലെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ മുതൽ ആന്തരികമായ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും സംസാരിക്കേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. പുറമെ ഒരു നല്ല കന്യാസ്ത്രീയെ പോലെ എല്ലാ കാര്യങ്ങളും എൻ്റെ അധികാരികളോട് പറഞ്ഞിരുന്നു. എന്നാൽ എൻ്റെ ആത്മീയ കാര്യങ്ങൾ കുമ്പസാരത്തിൽ മാത്രം ഞാൻ പങ്കുവച്ചു. പല കാരണങ്ങളാൽ ഒരു സ്ത്രീ ഇപ്രകാരമുള്ള രഹസ്യങ്ങൾ വിവേചിച്ചറിയാൻ വിളിക്കപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ചെയ്തതുവഴി അനാവശ്യമായ സഹനത്തിന് ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുത്തു. വളരെ നാളത്തേക്ക് ദുരാത്മാവ് ബാധിച്ച ഒരു വ്യക്തിയായി എന്നെ പരിഗണിച്ച് സഹതാപപൂർവ്വം കണ്ട് എന്നെക്കുറിച്ച് പല മുൻകരുതലുകളും എടുത്തു. സിസ്റ്റേഴ്സും എന്നെ ഇപ്രകാരമാണ് വീക്ഷിക്കുന്നതെന്ന വിവരം എൻ്റെ ചെവിയിലുമെത്തി. എൻ്റെ ചുറ്റും ആകാശം അന്ധകാരവൃതമായി. ഈ ദൈവകൃപകളെ ഞാൻ ഒഴിവാക്കാൻ തുടങ്ങി. എന്നാൽ അങ്ങനെ ചെയ്യുക എൻ്റെ കഴിവിന് അപ്പുറമായിരുന്നു. ഇപ്രകാരമുള്ള ചിന്തയിൽ ഞാൻ മുഴുകുമ്പോൾ പെട്ടെന്ന് ബലമായി ദൈവത്തിൽ ഞാൻ നിമഗ്നമാക്കപ്പെടും. കർത്താവ് പൂർണ്ണമായും അവിടുത്തെ ആശ്രയത്തിൽ എന്നെ സംരക്ഷിച്ചു. ആദ്യകാലങ്ങളിൽ എപ്പോഴും എൻ്റെ ആത്മാവ് അല്പം ഭയപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് ഒരു പ്രത്യേക സമാധാനവും ശക്തിയും എനിക്ക് കൈവന്നു. ഇതുവരെയുള്ളതെല്ലാം സഹനീയമായിരുന്നു. എന്നാൽ കർത്താവ് ആ ഛായാചിത്രം വരയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവർ എന്നെപ്പറ്റി പരസ്യമായി സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് ഉന്മാദമാണെന്നും ഞാനൊരു മായാദർശനക്കാരിയാണെന്നും മറ്റുമുള്ള ശ്രുതി ഉറക്കെ കേട്ടു തുടങ്ങി. ഒരു സിസ്റ്റർ ആത്മാർത്ഥമായി എന്നോട് സംസാരിച്ചു.
സഹതാപപൂർവം അവൾ പറഞ്ഞു, സഹോദരി, നിനക്ക് ദർശനങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും നീ ഒരു മായാദർശനക്കാരിയാണെന്നും അവർ പറയുന്നത് ഞാൻ കേട്ടു. എൻ്റെ സഹോദരി, ഇക്കാര്യത്തിൽ നീ എതിർത്തു നിൽക്കുക. അവൾ ഒരു ആത്മാർത്ഥതയുള്ള ആത്മാവായതിനാൽ അവൾ കേട്ട കാര്യം ആത്മാർത്ഥമായി എന്നോട് പറഞ്ഞതാണ്. എന്നാൽ എല്ലാ ദിവസവും ഇപ്രകാരമുള്ള കാര്യങ്ങൾ ഞാൻ കേൾക്കേണ്ടി വന്നു. അതെത്രമാത്രം ബുദ്ധിമുട്ടിപ്പിക്കുന്നതായിരുന്നുവെന്ന് ദൈവം മാത്രം അറിയുന്നു. എങ്കിലും എല്ലാം നിശബ്ദമായി സഹിക്കാൻ ഞാൻ തീരുമാനിച്ചു. ചോദ്യം ചെയ്യപ്പെടുമ്പോഴെല്ലാം ഒരു വിശദീകരണവും ഞാൻ നൽകിയില്ല. എൻ്റെ നിശബ്ദത പലരെയും, പ്രത്യേകിച്ച് കൂടുതൽ ജിജ്ഞാസയുള്ളവരെ പ്രകോപിപ്പിച്ചു. ആഴമായി ചിന്തിച്ചവർ പറഞ്ഞു, സിസ്റ്റർ ഫൗസ്റ്റീന ദൈവവുമായി വളരെ അടുപ്പത്തിലാണ്, അല്ലെങ്കിൽ ഇത്രയേറെ സഹിക്കുവാനുള്ള ശക്തി അവൾക്ക് ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെ ഞാൻ 2 തരത്തിലുള്ള ന്യായാധിപന്മാരെ അഭിമുഖീകരിക്കുന്ന പ്രതീതിയായിരുന്നു. ആന്തരികവും ബാഹ്യവുമായി നിശബ്ദത പാലിക്കാൻ ഞാൻ ശ്രമിച്ചു. പല സിസ്റ്റേഴ്സും എന്നെ നേരിട്ട് ചോദ്യം ചെയ്തെങ്കിലും ഞാൻ എന്നെപ്പറ്റി ഒന്നും വെളിപ്പെടുത്തിയില്ല. ഞാൻ നിശബ്ദയായിരുന്നു. ഒരാവലാതിയും കൂടാതെ മാടപ്രാവിനെ പോലെ എല്ലാം സഹിച്ചു. പല സിസ്റ്റേഴ്സും അവർക്ക് പറ്റുന്ന വിധം എന്നെ വേദനിപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തി. എൻ്റെ ക്ഷമ അവരെ പ്രകോപിപ്പിച്ചു. കർത്താവ് വളരെ ആത്മശക്തി തന്നതിനാൽ ഞാൻ എല്ലാം ക്ഷമയോടെ സഹിച്ചു. ഇത്തരം സന്ദർഭങ്ങളിൽ ആരും എൻ്റെ സഹായത്തിനുണ്ടാവുകയില്ലെന്ന് മനസ്സിലാക്കി ഒരു കുമ്പസാരക്കാരന് വേണ്ടി കർത്താവിനോട് കേണപേക്ഷിച്ചു. ഏതെങ്കിലും ഒരു വൈദികൻ എന്നോട് ഇപ്രകാരം പറയണമെന്നതായിരുന്നു എൻ്റെ ഒരേ ഒരു ആഗ്രഹം. സമാധാനമായിരിക്കുക, നീ ശരിയായ മാർഗത്തിലാണ് സഞ്ചരിക്കുന്നത്. അല്ലെങ്കിൽ ഇതെല്ലാം ഉപേക്ഷിക്കുക. ഇതൊന്നും ദൈവത്തിൽ നിന്നല്ല. ദൈവനാമത്തിൽ ഖണ്ഡിതമായ അഭിപ്രായം പറയാൻ മാത്രം ഉറപ്പുള്ള ഒരു വൈദികനെയും ഞാൻ കണ്ടുമുട്ടിയില്ല. അതിനാൽ അനിശ്ചിതത്വം തുടർന്നും അനുഭവിച്ചു കൊണ്ടിരുന്നു. ഓ ഈശോയെ, ഞാൻ ഇപ്രകാരമുള്ള അനിശ്ചിതത്വത്തിൽ ജീവിക്കണമെന്നതാണ് അങ്ങേ ഹിതമെങ്കിൽ അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ. കർത്താവെ, അങ്ങ് തന്നെ എൻ്റെ ആത്മാവിനെ നയിക്കുക, എൻ്റെ കൂടെ ആയിരിക്കുക. എന്തെന്നാൽ ഞാൻ നിസ്സാരയാണ്. ഇപ്രകാരം എല്ലാ വശത്തു നിന്നും ഞാൻ വിധിക്കപ്പെട്ടു. സിസ്റ്റേഴ്സിൻ്റെ വിധി തീർപ്പിന് ഇരയാകാത്ത ഒന്നും എന്നിലുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ എല്ലാം കെട്ടടങ്ങിയെന്ന് തോന്നുന്നു. അവരെന്നെ ശല്യപ്പെടുത്തുന്നില്ല. എൻ്റെ പീഡിപ്പിക്കപ്പെട്ട ആത്മാവിന് ആശ്വാസം ലഭിച്ചു. ഇപ്രകാരമുള്ള പീഡന സമയങ്ങളിലാണ് കർത്താവ് ഏറ്റവും സമീപസ്ഥനായിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കി. എന്നാൽ ഇതൊരു തൽക്കാല വിരാമമായിരുന്നു. തീവ്രമായ പ്രശ്നങ്ങൾ വീണ്ടും സംജാതമായി. പഴയ സംശയങ്ങൾ സത്യമായ കാര്യങ്ങളായി ഇപ്പോൾ അവർക്ക് തോന്നി. വീണ്ടും എനിക്ക് പഴയ പല്ലവി തന്നെ കേൾക്കേണ്ടി വന്നു. കർത്താവ് അങ്ങനെയാണ് ആഗ്രഹിച്ചത്. വിചിത്രമെന്ന് പറയട്ടെ, ബാഹ്യമായും വളരെ വീഴ്ചകൾ ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. ദൈവം മാത്രം അറിയുന്ന എല്ലാ തരത്തിലുമുള്ള വളരെ സഹനങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടി വന്നു. ഹൃദയശുദ്ധിയോടെ എല്ലാം ചെയ്യാൻ കഴിയും വിധം ഞാൻ പരിശ്രമിച്ചു. എല്ലായിടത്തും ചാപ്പലിൽ എൻ്റെ ചുമതലകൾ നിർവഹിക്കുമ്പോൾ എന്തിനെൻ്റെ മുറിയിൽ പോലും ഞാനൊരു കള്ളിയായി വീക്ഷിക്കപ്പെട്ടു. ദൈവ സാന്നിധ്യത്തോടൊപ്പം ഒരു മാനുഷിക സാന്നിധ്യവും എപ്പോഴും എൻ്റെ സമീപത്തുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഈ മാനുഷിക സാന്നിധ്യം ഒന്നിലധികം തവണ എന്നെ വളരെ ശല്യപ്പെടുത്തി. കുളിക്കാനായി വസ്ത്രം മാറണമോ വേണ്ടയോ എന്ന് പോലും ഞാൻ പലപ്പോഴും സംശയിച്ച അവസരങ്ങളുണ്ടായിട്ടുണ്ട്. കിടക്ക പോലും പരിശോധനയ്ക്ക് വിധേയമായി. എൻ്റെ കിടക്ക പോലും അവർ വെറുതെ വിട്ടില്ലെന്നറിഞ്ഞ് ഞാൻ പൊട്ടിച്ചിരിച്ചു പോയിട്ടുണ്ട്. ഞാൻ എപ്രകാരമാണ് മുറിയിൽ പെരുമാറുന്നതെന്ന് നിരീക്ഷിക്കാൻ എല്ലാ രാത്രിയും താൻ വരാറുണ്ടായിരുന്നെന്ന് സിസ്റ്റേഴ്സിൽ ഒരാൾ എന്നോട് പറഞ്ഞു. എങ്കിലും അധികാരികൾ എപ്പോഴും അധികാരികൾ തന്നെ. വ്യക്തിപരമായി എന്നെ എളിമപ്പെടുത്തുകയും ചില അവസരങ്ങളിൽ എന്നിൽ പലതരത്തിലുള്ള സംശയങ്ങൾ ജനിപ്പിക്കുകയും ചെയ്തെങ്കിലും കർത്താവ് ആവശ്യപ്പെടുന്നത് ചെയ്യാൻ എപ്പോഴും അവർ അനുവദിച്ചിരുന്നു. ഞാൻ ആവശ്യപ്പെട്ടിരുന്ന രീതിയിലല്ല, മറ്റേതെങ്കിലും വിധത്തിൽ കർത്താവിൻ്റെ ആവശ്യങ്ങൾ അവർ നിറവേറ്റിയിരുന്നു. മാത്രമല്ല, എല്ലാ പ്രായശ്ചിത്തങ്ങളും പരിത്യാഗങ്ങളും ചെയ്യാൻ എന്നെ അനുവദിച്ചിരുന്നു. ഒരു ദിവസം ഒരു മദർ എന്നോട് വളരെ അരിശപ്പെട്ടു. എന്നെ വളരെ എളിമപ്പെടുത്തി. പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് പോലും ഞാൻ സംശയിച്ചു. അവർ എന്നോട് പറഞ്ഞു, ഉന്മാദിയായ കപടദർശനക്കാരി, ഈ മുറിയിൽ നിന്ന് പുറത്തു പോകുക. എന്നിട്ട് നിന്റെ ഇഷ്ടം പോലെ ചെയ്യുക. അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നതെല്ലാം എൻ്റെ മേൽ ചൊരിഞ്ഞു. ഞാൻ എൻ്റെ മുറിയിൽ ചെന്ന് കുരിശിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് ഈശോയെ നോക്കി. എന്നാൽ ഒരക്ഷരം പോലും ഉരിയാടാൻ എനിക്കായില്ല. എന്നിട്ട് ഞാൻ മറ്റുള്ളവരിൽ നിന്നെല്ലാം മറച്ചുവെച്ചു. ഒന്നും സംഭവിക്കാത്തതുപോലെ അഭിനയിച്ചു. ഇപ്രകാരമുള്ള സന്ദർഭങ്ങൾ എപ്പോഴും സാത്താൻ മുതലെടുക്കുന്നു. നിരുത്സാഹപ്പെടുത്തുന്ന ചിന്തകൾ മനസ്സിൽ പൊങ്ങിവന്നു. ഇതാണ് നിന്റെ വിശ്വസ്തതയ്ക്കും ആത്മാർത്ഥതയ്ക്കുമുള്ള സമ്മാനം. ഒരാൾ ഇപ്രകാരം തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ എങ്ങനെ അവർക്ക് ആത്മാർത്ഥതയുണ്ടാകും? ഈശോയെ, എനിക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഈ ഭാരത്താൽ ഞാൻ വീണ്ടും നിലത്ത് വീണുപോയി. ഞാൻ വിയർപ്പിൽ കുളിച്ചു.
ഭയം എന്നെ വിഴുങ്ങാൻ തുടങ്ങി. ആന്തരികമായ സഹായത്തിന് എനിക്കാരുമില്ലായിരുന്നു. പെട്ടെന്ന് എൻ്റെ അന്തരംഗത്തിൽ ഞാനൊരു സ്വരം കേട്ടു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. അസാധാരണമായ ഒരു വെളിച്ചം എൻ്റെ മനസ്സിനെ പ്രകാശിപ്പിച്ചു. ഇപ്രകാരമുള്ള പരിദേവനങ്ങൾക്ക് ഞാൻ അടിമപ്പെടരുത് എന്ന് ഞാൻ മനസ്സിലാക്കി. പ്രത്യേകമായ ഒരു ശക്തി എനിക്ക് ലഭിച്ചു. സഹിക്കാനുള്ള ഒരു നവശക്തി സ്വീകരിച്ച് എൻ്റെ മുറിയിൽ നിന്ന് ഞാൻ പുറത്തു വന്നു. എന്നിരുന്നാലും ഞാൻ അല്പം ശ്രദ്ധക്കുറവുള്ളവളായി. ആന്തരികമായ ഉൾപ്രേരണകളെ ഞാൻ അവഗണിച്ചു, മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചു. എന്നാൽ ഈ സ്വരങ്ങൾക്കും ശ്രദ്ധ തിരിക്കലിനും ഉപരിയായി എൻ്റെ ആത്മാവിൽ സംഭവിക്കുന്നത് എന്തെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. ദൈവത്തിൻ്റെ വചനങ്ങൾ വളരെ വ്യക്തമായിരുന്നു. ഒന്നിനും അതിനെ അടിച്ചമർത്താൻ സാധിക്കുകയില്ല. എൻ്റെ ആത്മാവിലെ ദൈവവുമായുള്ള കൂടിക്കാഴ്ചകൾ ഞാൻ ഒഴിവാക്കാൻ തുടങ്ങി. എന്തെന്നാൽ മായാദർശനങ്ങൾക്ക് ഇരയാവാൻ ഞാൻ ആഗ്രഹിച്ചില്ല. ഒരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം തൻ്റെ കൃപകളുമായി എന്നെ അനുധാവനം ചെയ്തുകൊണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ പീഡനവും ആനന്ദവും ഞാൻ മാറി മാറി അനുഭവിച്ചു. ഈ സമയങ്ങളിൽ ദൈവം തന്ന പലതരം ദർശനങ്ങളെയും കൃപകളെയും പറ്റി ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നില്ല. മറ്റൊരിടത്ത് ഇത് എഴുതിയിട്ടുണ്ട്.